ഫുഡ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഇങ്ങനത്തെ ഓരോ ഫ്ലവേഴ്സ് ആയിരിക്കും. രാത്രി 2 മണി വരെ ഒരു ഫ്ലൈറ്റും ഇല്ലായിരുന്നു. 3 മണിയായപ്പം ഒരു കോൾ വന്നു. ഫ്ലൈറ്റിന് ക്രൂവിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ്. എനിക്കാണ് ഈ പണിയാണെങ്കിൽ എത്ര മണിയിൽ കൊടുക്കുക, പക്ഷേ പോസ്റ്റ് ചെയ്യിക്കുന്ന പരിപാടി അത് തീരെ പറ്റൂല. ഈ ഫ്ലൈറ്റിലാണെങ്കിൽ ക്രൂവിനുള്ള ട്രാൻസ്പോർട്ടേഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഫ്ലൈറ്റ് ഇവിടെ നിന്ന് ഔട്ടായി കഴിഞ്ഞാൽ അതൊന്ന് സുപ്പീരിയേഴ്സിനെ അറിയിക്കുക. അത് അത്ര മാത്രമേ എൻ്റെ ഭാഗ്യത്തിന് ഈ ഫ്ലൈറ്റിന് വേറെ ഒരു സർവീസിൻ്റെ ആവശ്യമില്ല. പുഷ് ബാക്ക് മാത്രം മതി. 1 മണിക്കൂറിനടുത്തായി കട്ട പോസ്റ്റ് അടിച്ച് നിൽക്കുന്നത്. എല്ലാം റെഡി ആയിട്ടും പുഷ് ബാക്ക് ട്രക്ക് മാത്രം വന്നിട്ടില്ല. അവസാനം ക്യാപ്റ്റൻ സായികെട്ട് പുറത്തിറങ്ങി വന്ന് തുടങ്ങി. ഈ ഫ്ലൈറ്റിന്റെ ഓപ്പറേഷൻ നമ്മളല്ലാത്തതുകൊണ്ട് അതിന്റെ ആൾക്കാരെ വിളിച്ചു വരുത്തി. വെറുതെ എന്തിനാ രാവിലെ തന്നെ റഷ്യക്കാരെ തൊള്ളേക്കണ് കേൾക്കണേ. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ നമ്മളെ പുഷ് ബാക്ക് ട്രക്ക് എത്തി. ഭാഗ്യത്തിന് 5 മിനിറ്റ് കൊണ്ട് തന്നെ സംഭവം പുഷായി. ഞാൻ തിരിച്ച് ഞങ്ങൾ ടെർമിനലിലേക്ക് എത്തിയപ്പോൾ ഇവിടെ 2 ഫ്ലൈറ്റ് റെഡി ആയി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള കൺവെയർ ബെൽറ്റ് കണക്ട് ചെയ്ത് ഈ ഒരു ഫ്ലൈറ്റിന് പുഷ് ബാക്കും ചെയ്തപ്പോൾ തന്നെ നമുക്കിന്ന് പോകാനുള്ള സമയമായിട്ടുണ്ട്. റൂമിലെത്തിയപ്പോൾ ഇന്നലെ നമ്മൾ മേടിച്ച് പൈനാപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഇതൊക്കെ വട കൂട്ടിയിട്ട് പിടിയങ്ങ് പിടിച്ച്. എൻ്റെ സാറേ എന്ത് ടേസ്റ്റാണ്. എന്നാൽ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.